നമസ്കാരം. പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദുരിതബാധിതരുടെ അമ്മമാർ ദേശീയപാത ഉപരോധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് ധർണ നടത്തി. ജില്ലയിൽ 441 നാടോടി കുട്ടികൾ ഉൾപ്പെടെ 94,404 കുട്ടികൾക്ക് പൾസ് പോളിയോ മരുന്ന് നൽകി. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തുന്ന അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദുരിതബാധിതരുടെ അമ്മമാർ കാസർഗോഡ് ദേശീയപാത ഉപരോധിച്ചു. കുറിച്ച് പലപ്പോഴും ഞാൻ പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. 12 മണിക്കൂറുകളോളം ആ ജനസമ്പർക്ക പരിപാടിയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ക്യൂവിൽ നിൽക്കേണ്ടി വന്ന ഒരു നിസ്സഹായയായ സ്ത്രീയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞു, എൻഡോസൾഫാൻ ലിസ്റ്റിൽപ്പെട്ടവരൊക്കെ മുഖ്യമന്ത്രി അവിടെ വന്ന് കാണും, അവിടെ ഇരിക്കും, നിങ്ങൾക്ക് വെള്ളച്ചെയറോ ചോന്ന ചെയറോ അവിടെ ഏതോ ഒരു ചെയർ തന്നിട്ടുണ്ട്, അതിലിരിക്കും, മുഖ്യമന്ത്രി വന്ന് നിങ്ങളെയൊക്കെ കണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പാക്കറ്റിലാക്കി കൊടുത്ത് നിങ്ങൾക്ക് തരും എന്നൊക്കെ വെറുതെ മോഹന വാഗ്ദാനങ്ങൾ അവിടെ കൂടിയിരിക്കുന്ന അധികാരികൾ പറഞ്ഞു. കുറേ നേരം ഇരുന്നു, എവിടെ മുഖ്യമന്ത്രിയെ കണ്ടേയില്ല. അവസാനം ക്യൂവിൽ നിന്നു. കുറെ പേരുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ട് ഒരു വിധത്തിൽ രാവിലെ 6 മണിക്ക് നിന്ന ക്യൂവിൽ വൈകുന്നേരം 7:30 മണിയായപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടു ഞാൻ. സാർ, ഇതാണ് എന്റെ പ്രശ്നം, ബിഎഡ് കഴിഞ്ഞ ആളാണ്, ജോലിയൊന്നുമില്ല. ഞാൻ ആ അപേക്ഷ സമർപ്പിച്ചു. അദ്ദേഹം എന്നെ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമരച്ചുവട്ടിൽ അനിശ്ചിതകാല നിരാഹാര സമരം 8ാം ദിവസത്തിലേക്ക് കടന്നതോടെ സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദേശീയപാത അമ്മമാർ ഉപരോധിച്ചു. 10 മിനിറ്റോളമാണ് റോഡ് ഉപരോധിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഭരണകൂടത്തിന്റെ ശ്രദ്ധയാകർഷിക്കാനാണ് റോഡ് ഉപരോധിക്കുന്നതെന്നും സമരസമിതി കൺവീനർ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. നിരവധി പേരാണ് ദിവസവും സമരപന്തൽ സന്ദർശിക്കുന്നത്. നിരാഹാരമനുഷ്ഠിക്കുന്ന പി കൃഷ്ണൻ പുല്ലൂർ, സുഭാഷ് ചീമേനി എന്നിവരുടെ ആരോഗ്യനില വളരെ മോശമായതായി അവരെ പരിശോധിച്ച ഡോക്ടർമാർ അറിയിച്ചു. 8ാം ദിവസത്തെ അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ എൻഡോസൾഫാൻ രോഗബാധിതരായ അമ്പലത്തറയിലെ മുനീഷ ഉദ്ഘാടനം ചെയ്തു. ടി ശോഭന, ഡോക്ടർ സുരേന്ദ്രനാഥ്, എൻ മുരളീധരൻ, പി നളിനി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് ധർണ നടത്തി. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ഷുക്കൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിശ്വകർമ്മജരെയും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര യത്ന പരിപാടിയാണ് ഈ സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമര പരിപാടികൾ ഇനി തുടർന്ന് അങ്ങോട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം പരിപാടികൾ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റ് ധർണ നടത്തിയത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ഷുക്കൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പുരുഷോത്തമൻ, പത്മനാഭൻ, ടി കെ ശ്രീനിവാസൻ, രവി കോട്ടമൂല എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനം നിയന്ത്രിത അവധിയായി പ്രഖ്യാപിക്കുക, 60 വയസ്സ് തികഞ്ഞ വിശ്വകർമ്മജർക്ക് 2000 രൂപ പെൻഷൻ അനുവദിക്കുക, കരകൗശല വികസന കോർപ്പറേഷന് മതിയായ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ജില്ലയിൽ 441 നാടോടി കുട്ടികൾ ഉൾപ്പെടെ 94,404 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകി. മരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സമിതി അധ്യക്ഷ കെ സുജാത നിർവഹിച്ചു. ജില്ലയിലെ 441 നാടോടി കുട്ടികൾ ഉൾപ്പെടെ 94,404 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്നുകൾ നൽകി. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ സുജാത കാഞ്ഞങ്ങാട് നിർവഹിച്ചു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ഗോപിനാഥൻ, RCH ജില്ലാ ഓഫീസർ ഡോക്ടർ മുരളീധര നെല്ലൂരായ, മടിക്കൈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിനാട്ട് രാജൻ, പി സത്യം, കെ വി സുഷമ, വി കൃഷ്ണൻ, കെ ശോഭന, എ വി ബാലകൃഷ്ണൻ, സംസ്ഥാന ആരോഗ്യ വകുപ്പ് നിരീക്ഷകൻ സി ബൈജുരാജ്,
ഡോക്ടർ ബിജേഷ് ഭാസ്കരൻ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ശ്രീധരൻ, MP ശ്രീമണി തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വടക്കൻ തെക്കൻ മേഖലാ ജാഥകൾ സമാപിച്ചു. വടക്കൻ ജാഥ മജീർ പള്ളിയിൽ നിന്നും ആരംഭിച്ച് ബദിയടുക്കയിലും തെക്കൻ ജാഥ കള്ളാറിൽ നിന്നാരംഭിച്ച് മടിക്കൈ അമ്പലത്തറയിലുമാണ് സമാപിച്ചത്. ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്കെന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ? മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. വാർത്തകൾ തുടരുന്നു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് UP സിദ്ദിഖ് ആവശ്യപ്പെട്ടു. വികലാംഗ പെൻഷൻ 1500 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് അഖില കേരള വികലാംഗ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പുലിക്കുന്ന് ഭഗവതി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നഗരത്തിൽ കാഴ്ച സമർപ്പണ ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദുരിതബാധിതരുടെ അമ്മമാർ ദേശീയപാത ഉപരോധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് ധർണ നടത്തി. ജില്ലയിൽ 441 നാടോടി കുട്ടികൾ ഉൾപ്പെടെ 94,404 കുട്ടികൾക്ക് പൾസ് പോളിയോ മരുന്ന് നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.